ഇതാണ് ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ അൽക്കസാർ. അൽക്കസാർ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്രെറ്റയുടെ വലിയ സൈസല്ലേ എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരി വ്യത്യസ്തമായിട്ടുള്ള കുറേ ഫീച്ചറുകളുടെ ഒരു വാഹനം എന്നാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 മോഡൽ അൽക്കസാറിനെ കുറിച്ചും അതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അൽക്കസാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള 7 സീറ്റർ എന്ന് ഹ്യുണ്ടായി വിശേഷിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടി പറയാൻ വിചാരിച്ചു. സ്റ്റാൻഡേർഡായി നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കുറേ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ വാഹനത്തിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സംഭവം സഹായിക്കും എന്നുള്ളതാണ്. ഇതിന് വില വരുന്നത് ഒരു 380 രൂപയാണ്. നമ്മളൊരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആമസോണിൽ ഇതൊക്കെ വളരെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻ്റ് ആണ്. കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാതായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ഫ്രാഗ്രൻസ് ഇവർ പുറത്തിറക്കുന്നുണ്ട്. അതിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നുള്ളതാണ്. മറ്റ് ഫ്രാഗ്രൻസുകൾ ഉപയോഗിച്ച് ശീലിച്ച ആൾക്കാർക്ക് ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല പ്രൊഡക്റ്റാണ്. മൈഗ്രെയിനോ കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. മാത്രമല്ല നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലുമാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഏറ്റവും പുതിയ അൽക്കസാറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു HDRL പാറ്റേൺ കാണാം. ഇതിനാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. പറഞ്ഞാൽ ഇതൊരു ഹ്യുണ്ടായിയുടെ ആ ഒരു ഐക്കോണിക് ആയി മാറിയിട്ടുണ്ട് എന്ന് പറയാം. കാരണം ആ ഒരു അവരുടെ ഒരു എലമെൻ്റ് ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കണക്റ്റിംഗ് ലാമ്പ് ഇവിടെ കാണാം. അതോ ആ ഒരു DRLൻ്റെ ഭാഗമായിട്ട് വന്നേക്കാണ്. ഹ്യുണ്ടായിയുടെ ലോഗോ കാണാം. താഴെ 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ല് ശരിക്കും ഒരു ഹൊറിസോണ്ടൽ പാറ്റേണിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു ഹണികോമിൻ്റെ വലിയൊരു പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ബ്ലാക്ക് തീമിൽ വന്നത് നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർ ഡാം യൂണിറ്റ് കാണാം. അതുപോലെ ഒരു സിൽവർ പ്ലേറ്റിങ്ങും കാര്യങ്ങൾ കൊടുത്ത് ഇത് കുറച്ചുകൂടി ഈ ഒരു ബമ്പർ ഭാഗം ബോൾഡാക്കി നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് നമ്മുടെ സെൻസർ, അതായത് അഡാസ് ലെവൽ 2 ഈ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, എമർജൻസി ബ്രേക്കിംഗ്, ഓട്ടോ ഡിറ്റക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു 19 ഫീച്ചേഴ്സ് അഡാസിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ബോണറ്റ് ലൈൻസും കാര്യങ്ങളും കാണാം. സ്ട്രൈപ്സ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഒരു സ്ലീക്കൻ ഡിസൈൻ എലമെൻറ്റ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ശരിക്കും ഫ്രണ്ട് കാണുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വീലിനെ കുറിച്ച് പറയാം. 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് ഇതിനകത്തേക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രീൻ കളറാണ്. മൊത്തം എനിക്ക് തോന്നുന്നു 8+1, അതായത് 8ഉം അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ടോൺ കളറടക്കം 9 കളർ ടോണുകൾ ഇത് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ബ്ലാക്ക് ശരിക്കും ഇപ്പോൾ ഈ ഒരു ലൈറ്റിന് അടിയിൽ നിൽക്കുമ്പോൾ ഈ ഒരു ബ്ലാക്കും ഈ ഒരു ഗ്രീനും തിരിച്ചറിയാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അങ്ങനെ 2 ടോണിലാണ് ഇത് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതിന് വാഷിംഗ് യൂണിറ്റ് ഇതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് അകത്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ്. സൈഡ് വ്യൂ മിറർ ഗ്രീൻ കളറിലാണ്. ഈ ഒരു ഭാഗം പ്ലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് തന്നെ ക്യാമറ എലമെൻറ്റിൽ നമുക്ക് കാണാം. ഇവിടെ ക്യാരക്ടർ ലൈന്, ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കാണാം. അടിയിലൊരു സിൽവർ പ്ലേറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത്, അതായത് പ്ലാസ്റ്റിക് ആണ്. റൂഫ് റെയിൽ ഇപ്പം ഇത് ഫംഗ്ഷനിങ് ആണ്. ഇതിങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയുണ്ട്. നേരത്തെ ഉണ്ടായതിനെ അപേക്ഷിച്ച് ഇതിപ്പോൾ ഫംഗ്ഷനിങ് ആണ്. ലോഡ് കയറ്റാൻ പറ്റുന്ന തരത്തിലാണ് റൂഫ് റെയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഫ്യൂൽ ടാങ്കിൻ്റെ ഭാഗവും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് കാണാം. വലിയ സൈസാണ്. ക്രെറ്റേനേക്കാളും നീളമുണ്ട്, ഡയമെൻഷൻ വ്യത്യാസമുണ്ട്, ഉയരം കൂടുതലുണ്ട്, ഫെസിലിറ്റീസും കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അതിനകത്തും ആ ഒരു H വേണമെങ്കിൽ റീഡ് ചെയ്യാം. ഇത് ഇങ്ങനെ അത് അപ്പോൾ ഒരു H ആയില്ലേ, അങ്ങനെ അത് അൽക്കസാർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ടച്ചബിൾ അല്ല, കാരണം ഇത് അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു ഗ്ലാസ് ഇട്ട് കവർ ചെയ്തേക്കുകയാണെന്നുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു പ്രീമിയം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഹ്യുണ്ടായിയുടെ ലോഗോ, റിയർ വൈപ്പർ, ഡിഫോഗർ ലൈൻസ്, സ്പോയിലറിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ഷാർക്ക് ഫിൻ ആൻറ്റീന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടർബോ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഡീസലിനകത്തും അവൈലബിൾ ആണ്. സിഗ്നേച്ചർ എഡിഷൻ 4 വേരിയൻറ്റുകളായിട്ട് ഇപ്പം ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പറിനകത്ത് ഈ ഒരു റിഫ്ലക്ഷനൊക്കെ കണ്ടൊക്കെയാണ് കട്ടായിട്ട് കൊടുത്തൊരു യുണീക്ക് എലമെൻറ്റുകൾ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡ്യുവൽ എക്സോസ് ഇവിടെ നമുക്ക് കാണാം. രണ്ടും ഫംഗ്ഷനിങ് ആണ് കേട്ടോ. രണ്ടും ഫംഗ്ഷനിങ് ആണ്. ഒരു പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ആ ഒരു ടിപ്പും നല്ല രസമുണ്ടല്ലോ. ഒരു സ്ക്വയറായിട്ട് റിവേഴ്സ് ലാമ്പ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ടെയിൽ ഗേറ്റാണ്. ഇതൊരു 7 സീറ്ററാണ്. അപ്പോൾ ഒരു 7 സീറ്ററിനകത്ത് നമ്മൾ ഒരുപാട് ബൂട്ട് സ്പേസ് എക്സ്പെക്ട് ചെയ്യുന്നത് മോശമാണ്. നമ്മളിത് ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും എന്നുള്ളത്. അതിനാണ് ഈ ഒരു ഭാഗം ഇവിടെ കൊടുത്തുള്ളത്. ഇതുകൊണ്ട് വലിച്ചിട്ട് നമുക്കുണ്ടായോ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു കയറുതാ, ഇതിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രാപ്പൊക്കെ കൊടുത്തിരിക്കണം. ഇവിടെ ഒട്ടിച്ച് വെക്കാം. അതിങ്ങനെ വലിഞ്ഞ് നിൽക്കില്ല എന്നുള്ളൊരു കാര്യം നൈസ് ടച്ചായിട്ട് എനിക്ക് തോന്നി. കോസ്റ്റ് ലാഭിച്ചിട്ടുണ്ട്, അത് വേറെ വിഷയം. താഴെ ആണ് നമ്മുടെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ.
യെസ്, ബോസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലാമ്പ്, ഹുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലോസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് കേട്ടോ. അതിൻ്റെ ലോഞ്ച് ഫംഗ്ഷനിലാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡ്രൈവ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനം വീണ്ടും ആവർത്തിക്കാൻ ഒരുപാട് മീഡിയ പേഴ്സൺസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു തിരക്കിനിടയിലാണ് നമ്മളിത് ചെയ്യുന്നതാണ്. ഇൻറ്റീരിയറിലേക്ക് വരാം. നല്ല രസകരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ പാറ്റേൺ ആണ് ഇത്തവണ അൽക്കസാർ കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലേ, ഒരു ക്യാമൽ കളർ വേണമെങ്കിൽ പറയാം. ആ ഒരു ബ്ലാക്ക് അല്ല, ശരിക്കും ബ്ലാക്ക് അല്ലാത്തൊരു കളറും ആ ഒരു ക്യാമൽ കളറും ഒക്കെ കൂടി ചേരുന്ന സമയത്ത് അത് നല്ല ഭംഗിയുണ്ട്. നല്ല ഇൻറ്റീരിയറാണ്, നല്ല പ്രീമിയം ആണ്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. ഡോർ സൈഡ് ഇതൊരു പ്ലാസ്റ്റിക് എലമെൻ്റ് ആണ്. പക്ഷേ അതൊരു സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ്, ഭയങ്കര ഹാർഡല്ല. ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ അല്ല, അതിനേക്കാൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലെതർ ഭാഗം, ഇത് പ്ലാസ്റ്റിക്. അപ്പോൾ ഈ ഒരു കളർ ടോണിൽ തന്നെ 2 വ്യത്യസ്തത കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മറ്റൊരു കാര്യം, മെമ്മറി സീറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. L1 L2 എന്ന് വേണ്ടി നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കാണാം. വലിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ നമുക്ക് വെക്കാം. ഡോർ ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്ക് ആൻഡ് ലോക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. ഇനി സീറ്റിലേക്ക് വരാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 8 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്. അപ്പുറത്തെ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. അതായത് ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകൾ ഇലക്ട്രിക്കലി മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ കാണാം, നീങ്ങി പോകുന്നു. സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഓക്കെ, കുഷ്യനും കാര്യങ്ങളൊക്കെ നൈസാണ്. ഈ ഭാഗം പ്ലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ പ്ലാസ്റ്റിക് തന്നെ ആയിരിക്കുമല്ലോ, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് സീറ്റിൻ്റെ കംഫർട്ടും നല്ലതാണ്. ഇറ്റ്സ് നൈസ്. അത്യാവശ്യം നല്ല ഇതാണ്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അത്യാവശ്യം നല്ല കമാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഡാഷ്ബോർഡിനെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊരു ക്രെറ്റയിസം കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ക്രെറ്റ ടച്ച്, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള 12.25 ഇഞ്ചിൻ്റെ 2 സിസ്റ്റം ഇതിനകത്ത് നമുക്ക് കാണാം. ഇത് ടച്ചാണ്, ഇത് നോൺ ടച്ചാണ്. ഇതിപ്പോൾ നമ്മൾ കയ്യിൽ കീ ഇല്ലാത്തതുകൊണ്ട് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ക്രെറ്റയിൽ കണ്ട അതേപോലെയൊക്കെ തന്നെയാണ്. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വ്യൂ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. നാവിഗേഷൻ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള ബ്ലാ തിങ്സ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ക്രെറ്റയിസം അത് അതേപോലെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ചേഞ്ചാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ടൈം വന്നതാണ് ഹ്യുണ്ടായി അവകാശപ്പെടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇതൊരു പ്ലാസ്റ്റിക് ആണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ക്രാച്ച് പ്രൂഫായിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഈ സൗണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോണൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇവിടെ ഗ്ലോ ബോക്സ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ പിയാനോ ബ്ലാക്കിനകത്താണ്. അത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നെയിൽ സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയും കുറവാണെന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് പ്രീമിയം ടച്ച് ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്ന് AC വെൻസ് ഹൊറിസോണ്ടലാണ്. വെർട്ടിക്കൽ പാറ്റേൺ ഒക്കെ മാറ്റി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഒരു പിയാനോ ബ്ലാക്കിനകത്തൊക്കെ കൊടുത്തു, നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടി പിയാനോ ബ്ലാക്ക് കൊടുക്കണമെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ കൈ തട്ടാൻ സാധ്യതയുള്ള സ്ഥലം ഇതാണ് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീല് ഹിൻഡയുടെ ആ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊണ്ടുവന്നുള്ളത്. അതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, ഒരു അതിൻ്റെ കാര്യങ്ങൾ കാണാം. സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾസ്, കാര്യങ്ങൾ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം കൺട്രോൾസ് തന്നെയാണ്. അതിന് കാര്യമായിട്ട് വ്യത്യാസമൊന്നും പറയാനില്ല. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്ത റിയർ വ്യൂ മിററും കൊടുത്തിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ, ലാമ്പ്, സൺറൂഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. കീ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്ത് കാണിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇനിയുള്ളത് സെൻട്രൽ കൺസോളാണ്. സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ കൺസോളിനെയും ഒന്ന് പ്രീമിയം വൽക്കരിച്ചിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയലൊക്കെ കുറച്ചും കൂടി ഒരു നൈസ് ടച്ച്. നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാച്ച് പ്രൂഫാണ്, പക്ഷേ എന്ന് കഴിഞ്ഞാൽ ഒരു പ്രീമിയം വൽക്കരിക്കാൻ അത് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ടെർബോ ആണ്. അതുകൊണ്ട് തന്നെ DCT നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ബട്ടൺസ് കാണാം. അത് ഇപ്പുറത്തെ സൈഡിൻ്റെ ആണ്. ഇപ്പുറത്തെ സൈഡിൻ്റെ ഇവിടെയും നമുക്ക് കാണാം. അത് ഡ്രൈവർ സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വ്യൂയുടെ വിസിബിലിറ്റി, അതുപോലെ തന്നെ ഹിൽ ഡീസൻറ്റ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഈ നോബും നല്ല രസമുണ്ടല്ലോ, ഒരു ഫൈറ്റർ ജെറ്റ് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് യൂണിറ്റ് കാണാം. അതുപോലെ USB-C ടൈപ്പ്, അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, അതുപോലെ C ടൈപ്പ്, ഇത് A ടൈപ്പ് ആട്ടോ, അങ്ങോട്ട് മാറി പറഞ്ഞു. അതും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് കപ്പ് ഹോൾഡർ. ഈ കപ്പ് ഹോൾഡറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുപ്പില്ലേ കറക്റ്റ് കാണിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ സൈസ് വ്യത്യാസമുണ്ട്, ഡിസൈൻ പാറ്റേണും വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു സ്ക്വയറിഷ് പോലെ, ത്രികോണം അല്ലേ, സ്ക്വയർ അല്ല ത്രികോണം പോലെ തോന്നിയിട്ടുണ്ട്. ആംബിയൻ ലൈറ്റിങ്ങും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വൈറ്റ് പോലെ കാണുന്നത്. ഇവിടെയൊക്കെ ആംബിയൻ ലൈറ്റ് വരും. അപ്പം ആ ഒരു ക്യാബിൻ്റെ റിച്ച്നെസ് നല്ല രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ സീറ്റ് ബോസ് സീറ്റിൻ്റെ അടിമയാണ്. അതായത് ബോസ് സീറ്റ് ശരിക്കും ബാക്കിലാണ്. ബാക്കിലിരിക്കുന്ന സീറ്റിൻ്റെ അടിമ സീറ്റാണിത്. അതായത് അയാൾക്ക് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നൈസ്. ഇതാണ് ബോസ് സീറ്റ്. റിക്ലൈനബിൾ ആണ്. ഇവിടെ നമുക്കൊരു ട്രേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാപ്ടോപ്പ്, ഭക്ഷണം കഴിക്കാം,
സാധനങ്ങളൊക്കെ വെക്കാം, മൊബൈൽ വെച്ച് എന്തെങ്കിലുമൊക്കെ കാണാം. നമ്മൾ വീഡിയോ തന്നെ കണ്ടാൽ വളരെ നല്ല കാര്യം. ഓക്കെ, അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, സൺഷെയ്ഡ്. സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റാത്തതിന് പകരം കമ്പനികൾ ഇപ്പം റിയർ സീറ്റിൽ കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇത് നമുക്ക് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിക്കട്ടെ. ഉണ്ടോ, മാനുവലാണ്, ഇലക്ട്രോണിക്കലല്ല. പക്ഷേ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇലക്ട്രോണിക് അല്ല, മാനുവലാണല്ലോ. അതായത് സാധാരണ പോലെ തന്നെ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ നമുക്ക് AC വെൻറ്റുകൾ കാണാം. അതുപോലെ തന്നെ ഇതും ഒരു വയർലെസ് ചാർജിങ് പോർട്ടാക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണെന്നുള്ളതാണ്. C-type 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. സെൻട്രൽ ടണൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര ഈസിയാണ്. ഇതിലൂടെ തന്നെ അകത്തേക്ക് കയറുകയും ചെയ്യാൻ വേണമെങ്കിൽ ആ തരത്തിലാണ് അത് കൊടുത്തുള്ളത്. സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഇവിടെയും ഹാൻഡ് റെസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുമായിരുന്നു. അതിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണില്ല. സാധാരണ ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് തന്നെയാണെന്നുള്ളതാണ്. സൺറൂഫ് ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പേടിക്കേണ്ട, നമ്മൾ ഉടനെ തന്നെ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവ് വരുന്നുണ്ട്. ഉടനെ തന്നെ ഡ്രൈവ് ചെയ്ത് ഈ എഞ്ചിനൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു ഹെഡ് റെസ്റ്റ് നോക്കിയാൽ ശരിക്കും ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്ന തരത്തിലല്ലേ നോക്കിയാൽ. യെസ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഹെഡ് റൂം പറയണം, നല്ല ഹെഡ് റൂം ഉണ്ട്, പ്ലെൻറ്റി സ്പേസ്. ലെഗ് റൂമൊക്കെ നോക്കിയാൽ കാലൊക്കെ നല്ല നീട്ടി വെച്ച് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ഇരിക്കാം. തൈസപ്പോൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് സെക്കൻഡ് റോ എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയ ടോക്കിംഗ് പോയിന്റും ഈ സെക്കൻഡ് റോ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നില്ല, തന്നെയാണ്. നമുക്ക് ബാക്കിലേക്ക് പോകണം. ബാക്കിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ ബാക്കിലൂടെ കയറാം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇതിലൂടെ തന്നെ കയറിയിട്ട് ഇങ്ങോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ഇതേപോലെ കീപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ബാക്കിലേക്ക് ഇരുന്ന് കാണിക്കാം. എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ 6 feet ടോളാണ്. അതുകൊണ്ട് കാല് വെക്കാൻ കഴിയില്ല. ഇവിടെ ഇരിക്കാം. ഇവിടെ ആണെങ്കിൽ എനിക്ക് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം. നോക്കിയാൽ ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് സ്വന്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തൊരു പരിപാടിയാണ്. ഹെഡ് റെസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ പ്രോപ്പർ അല്ല, തല ചെറുതായിട്ട് മുട്ടുന്നേ ഉള്ളൂ. ഇവിടെ ബാക്കിൽ സ്പേസ് ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റിൻ്റെ ഒരു കൺട്രോളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അതൊക്കെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് തന്നെ കൊടുത്തേക്കണം. ഇനി ഇതാ ഈ സംഭവമില്ലേ, ഇതിവിടെ കിടന്ന് ടക്കട അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വേണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. അതും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പ് സീറ്റ് അല്ലേ, ശരിക്കും ഇതിനകത്ത് ബെഞ്ച് സീറ്റ് വെച്ച് കഴിഞ്ഞാൽ 7 സീറ്റർ ആവും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയിട്ട്. ഇതാണ് ശരിക്കും ഇതിലൂടെ ഇറങ്ങിക്കയറാനുള്ള ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വഴി എന്നുള്ളതാണ്. ഇനി നമുക്ക് എഞ്ചിൻ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോണറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടികളുടെ ബോണറ്റും അത്യാവശ്യം നല്ല വെയിറ്റ് ആയി തുടങ്ങിയിട്ടോ. പിന്നെ ഇതിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല സ്റ്റീൽ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആക്സിഡൻറ്റിൽ ഇടിച്ചിട്ട് ആഘാതം കൂടുതൽ വരാനുള്ള സ്ഥലങ്ങളിൽ നല്ല സ്റ്റീലുകൾ വെച്ചേക്കണമെന്നുള്ളതാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 1.5 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. അത് 160 PS പവറും 253 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്തും 7 സ്പീഡ് DCT-കകത്തുമാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷന് 17.5 km/ലിറ്ററും മറ്റതിന് അതായത് 7 സ്പീഡ് DCT-ക്ക് 18 km/ലിറ്ററും ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. അത് 116 PS പവറും 250 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്തും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിനകത്തും 18-നകത്തുമാണ് അത് അവൈലബിൾ ആയിട്ട് വരുന്നത്. 20.4ഉം 18.1 km/ലിറ്ററാണ് അതിൻ്റെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി വരുന്നത് എന്നുള്ളതാണ്. ലോഞ്ചിൻ്റെ സമയത്ത് ഇതിൻ്റെ ഇൻട്രൊഡക്ടറി സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രമാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായത്. പെട്രോൾ വേരിയൻറ്റിന്, അതായത് ടെർബോ പെട്രോൾ വേരിയൻറ്റിന് 14,99,000 രൂപയും ഡീസൽ വേരിയൻറ്റിന് 15,99,000 രൂപയുമാണ് ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് ഹ്യുണ്ടായി അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതായത് ഏറ്റവും പുതിയ അൽക്കസാർ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊരു കാര്യം ആ കമൻറ്റ് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.